ഇന്ന് ഇങ്ങനെ ഒരു അവസരം ദൈവം എനിക്ക് തന്നതിന് ആദ്യമേ ദൈവത്തിനോട് നന്ദി അറിയിക്കുന്നു. ഒപ്പം അച്ഛനോടും ശുഭനോടുമുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നിവിടെ എവങ്കേലിയനായി വായിച്ച ഭാഗം തന്നെയാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ വായിച്ചത്. അതിനകത്തിലെ പ്രധാനപ്പെട്ട ഭാഗം റീബർത്ത്, അതാണ് അതിനകത്തിലെ ആ ഒരു വിഷയം. അതിനെ മാത്രമായിട്ട് എഴുതുന്നതാണ്. ബ്രഹ്മാവിന്റെ മസ്തിഷ്കത്തിൽ നിന്നും ജനിക്കുന്നവർ എന്ന് കരുതപ്പെടുന്ന ബ്രാഹ്മണർ 2 ജന്മം കൈക്കൊണ്ടവരാണ്. പിറന്നു വീഴുമ്പോൾ ഒരു ജനനം, 6-ാം വയസ്സിൽ പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിൽ ഇരുപിരിയുള്ള കഴുത്തിൽ ചുറ്റി ഔദ്യോഗികമായി തങ്ങൾ ബ്രാഹ്മണൻ എന്ന് ലോകത്തിനോട് അറിയിക്കുമ്പോൾ അവൻ രണ്ടാമത് വീണ്ടും ജനിക്കുന്നു. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്കും 2 ജന്മമുണ്ട്. ഇന്നത്തെ വേദഭാഗത്തിന്റെ കാതിലായ ചിന്ത അതാണ്, വീണ്ടും ജനനം. നാം വായിച്ച വേദഭാഗത്തിലേക്ക് നമുക്ക് കടന്നുവരാം. ഇസ്രയേലിലെ മത അധികാരിയും യഹൂദന്മാരുടെ പ്രമാണിയും പരീശനും ബുദ്ധിമാനും വേദപണ്ഡിതരും ന്യായപ്രമാണം മുഴുവൻ പഠിച്ചവരുമായിരുന്നു നിക്കോദിമോസ്. നിക്കോദിമോസ് യേശുവിനെ കാണാൻ വരുന്നു. പക്ഷെ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. നിക്കോദിമോസ് വന്നത് രാത്രിയിലാണ്. രാത്രി എന്ന് പറയുമ്പോൾ അതിന് പല അർത്ഥങ്ങൾ ഉണ്ട്. രാത്രി എന്ന പദത്തിന്റെ അർത്ഥത്തിൽ കൂടെ നമുക്ക് ഇതിനെ വീക്ഷിക്കാം. അന്ധകാരത്തിന്റെ പ്രതീകം രാത്രി, അജ്ഞതയുടെ അന്ധകാരം രാത്രി, പാപത്തിന്റെ അന്ധകാരം അതും രാത്രി, ദൈവരാജ്യത്തിന്റെ കാര്യങ്ങളെ പറ്റിയുള്ള അജ്ഞത അതിനും രാത്രി എന്ന് നമുക്ക് വീക്ഷിക്കാം. സന്നിധി സംഘങ്ങൾ അറിയാതെ വരണമെങ്കിലും ഇരുട്ടിന്റെ മറ വേണമായിരുന്നു. നിക്കോദിമോസ് യേശുവും തമ്മിലുള്ള സംഭാഷണം നമ്മൾ ഇന്നിവിടെ കാണുകയാണ്. റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്ന ഉപദേഷ്ടാവ് എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം നിന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ ഒന്നും തന്നെ ആർക്കും ചെയ്യാൻ കഴിയില്ല. നിക്കോദിമോസിന് ഒരു കാര്യം അറിയാമായിരുന്നു. അത്ഭുതങ്ങൾ കാണിക്കുന്നതിനുമൊക്കെ എത്രയോ വലിയവനാണ് ഈ കർത്താവെന്ന് നിക്കോദിമോസിന് ശരിക്കും അറിയാമായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ യേശു ക്രിസ്തുവിലേക്ക് നിക്കോദിമോസ് അട്രാക്ട് ചെയ്യുകയായിരുന്നു. ഒരു കാന്തം പോലെ അവനെ വലിക്കുകയായിരുന്നു യേശു ക്രിസ്തു. റബ്ബി എന്നുള്ള വിളിയിൽ തന്നെ നമുക്ക് അത് മനസ്സിലാക്കും. മൈ ടീച്ചർ, മൈ ഗ്രേറ്റ് വൺ, മൈ മാസ്റ്റർ. ആ വിളിയിൽ തന്നെ അവൻ യേശു ക്രിസ്തുവിനോട് എത്രത്തോളം അടുത്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. തീഷ്ണതയുടെ മത നേതാവ്, സത്യാന്വേഷി, ഈ നിലകളിൽ യേശു ദൈവത്തിൽ നിന്ന് വന്നവനാണ് എന്ന് അവൻ തന്നെ സമ്മതിക്കുകയാണ്. നിക്കോദിമോസിന്റെ ആ വരവ് വെളിച്ചത്തിലേക്കുള്ള ഒരു വലിയ ദർശനമായിരുന്നു. യേശു അവനോട് പറയുന്നു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും സാധ്യമല്ല. പുതുതായി എന്നതിന് ഗ്രീക്ക് വാക്ക് അനോത്തൻ എന്നാണ്. അതിന്റെ അർത്ഥം ഉയരത്തിൽ നിന്നും വന്നവൻ, സ്വർഗത്തിൽ നിന്നും വന്നവൻ എന്നൊക്കെയാണ്. പാണ്ഡിത്യമല്ല വേണ്ടത്. സ്വർഗരാജ്യത്തിലേക്ക് പോകുന്നതിന് ജീവനാണ് വേണ്ടത്. ദൈവരാജ്യത്തിന് ആവശ്യം ആ ജീവനാണ്. ജനനം വഴിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു വീണ്ടും ജനനം അല്ലെങ്കിൽ റീബർത്ത്, ട്രാൻസ്ഫോർമേഷൻ, ഇതിനെയൊക്കെ ആക്കിക്കൊണ്ട്
ഫണ്ണി കഥ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഒരു പള്ളിയുടെ ഓപ്പോസിറ്റിലായിരുന്നു ഒരു ഹിന്ദു ഫാമിലി താമസിച്ചിരുന്നത്. ശങ്കരൻ എന്നായിരുന്നു അവരുടെ പേര്. കുട്ടിയാണ് പണി. രാത്രി വന്ന പെണ്ണുങ്ങളെ എടുത്തിട്ട് ഇടിയോടിയാണ്. അപ്പൊ ഇതെല്ലാം കഴിയുമ്പോൾ അവൾ ഓടിപ്പോകുന്നത് എപ്പോഴും പള്ളിയിലോട്ടാണ്. അച്ഛനോട് എപ്പോഴും പറയാം, അച്ഛാ എങ്ങനെയെങ്കിലും അവനെ ഒന്ന് ഉപദേശിച്ചൊന്ന് നേരെയാക്കി തരണേ. അങ്ങനെ ഒരു ദിവസം ഇവൻ അച്ഛൻ്റെ കയ്യിൽ വന്ന് വീണു. അച്ഛൻ അവനെ കിട്ടിയ പോലെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി. അവനോട് ഉപദേശിക്കാവുന്നതിൻ്റെ എല്ലാം നല്ല രീതിയിൽ ഉപദേശിച്ചു. എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് അവൻ്റെ ദേഹത്ത് തളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് മുതൽ നീ ശങ്കരനല്ല, മത്തായിയാണ്. അതുകൊണ്ട് നിന്റെ പേര് മാറി, നീ വീണ്ടും ജനിച്ചിരിക്കുന്നു. കേട്ടു. ശങ്കരൻ തലകുലുക്കി വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവൻ ആദ്യം ചെയ്തത് അവൻ്റെ കയ്യിൽ അവൻ സൂക്ഷിച്ചിരുന്ന ബോട്ടിലെടുത്ത് മേശപ്പുറത്ത് വെച്ചു. അതിനുശേഷം ആ ബോട്ടിലിൻ്റെ മേലിൽ കുറച്ച് വെള്ളമൊക്കെ അവനൊഴിച്ചു. അതിനുശേഷം അവൻ അവനോട് പറഞ്ഞു, ഇന്നു മുതൽ നിന്റെ പേര് റാം എന്നല്ല, ചായ എന്നാണ്. അപ്പോൾ ചായ കുടിക്കുന്നതിനകത്ത് ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനത്തെ ഒരു രൂപാന്തരം അതല്ല ഒരിക്കലും ഇവിടെ യോജിക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ ജനിച്ച് പഞ്ചാബുകാരനായിരിക്കുന്ന സാധു സുന്ദർ സിംഗിനെ കുറിച്ച് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. സാധു സുന്ദർ സിംഗ് 16-ാമത്തെ വയസ്സിലാണ് യേശുക്രിസ്തുവിനെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ വന്നു സാധു സുന്ദർ സിംഗിന്. അതിനുശേഷം പൂർണ്ണമായി ക്രിസ്തുമതം സ്വീകരിച്ചു. പ്രത്യക്ഷം അവന് ഒരു പ്രത്യേക പേരുണ്ട്, രക്തം ഒഴുകുന്ന പാദങ്ങളുള്ള അപ്പോസ്തലൻ എന്നാണ് സാധു സുന്ദർ സിംഗിനെ പറയുന്നത്. അപ്പോസ്തലൻ ദർശനത്തിന് ശേഷം അദ്ദേഹം പൂർണ്ണമായും മാറി. രൂപാന്തരം, ട്രാൻസ്ഫോർമേഷൻ, ഇന്ത്യ അടക്കം വിദേശ രാജ്യങ്ങളിലും എല്ലാം ധാരാളമായിട്ട് സുവിശേഷം അറിയിച്ച ഒരു വ്യക്തിയാണ് സാധു സുന്ദർ സിംഗ്. ആ മനുഷ്യൻ 1929 ഹിമാലയ യാത്രയ്ക്കിടെ അപ്രത്യക്ഷനായി. അദ്ദേഹത്തിനെ കുറിച്ച് പിന്നീട് യാതൊരു വിവരങ്ങളും ഇല്ലായിരുന്നു. അപ്പോൾ രൂപാന്തരത്തിൻ്റെ 2 സീനാണ് ഞാനിവിടെ പറഞ്ഞത്. രൂപാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായും അവിടെ പിന്നെ വേറെ ഒന്നുമില്ല, ബാക്കി മുഴുവനായിട്ടും നമ്മളുടെ രൂപാന്തരം വേണം. ഒരു വ്യക്തിയുടെ ജീവിതം സമ്പൂർണമായിട്ട് രൂപാന്തരപ്പെടുത്തി അവൻ്റെ മനോഭാവം, അവൻ്റെ ഇച്ഛാ വികാരം എന്നിങ്ങനെ ആളത്വത്തെ മുഴുവനായി മാറ്റുന്നതാണ് ദൈവാത്മാവിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. വീണ്ടും ജനനം എന്നാൽ ഇതാണ്. അത് എങ്ങനെ സാധ്യമാകും? 5-ാം വാക്യത്തിൽ പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, ആത്മാവിനാലും വെള്ളത്താലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയില്ല. ജന്മനാൽ ലഭിക്കുന്ന സ്വഭാവം മാറ്റാൻ ആർക്കും കഴിയില്ല. ദൈവം ഇടപെടുമ്പോൾ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കും. അപ്പോൾ മാത്രമേ രൂപാന്തരം ഉണ്ടാകുകയുള്ളൂ. ആ രൂപാന്തരം പഴയ മനുഷ്യനിൽ നിന്നും പുതിയ മനുഷ്യനിലേക്ക്, അതായത് ജന്മം തന്ന മാതാപിതാക്കളുടെ ജടിക സ്വഭാവം മാറുകയും പുതിയ ഒരു ജീവനിലേക്ക് വരികയും ചെയ്യുന്നു. ഏറ്റവും വലിയ ഉദാഹരണമാണ് ശൗൽ. ആത്മാവ് അവനിൽ വന്നപ്പോൾ അവൻ വീണ്ടും തിരിച്ചു. പഴയ ശൗലായിട്ടല്ല, പിന്നീട് അവൻ പുതിയ പൗലോസായിരുന്നു. അതാണ് യഥാർത്ഥ വീണ്ടും ജനനം, രൂപാന്തരം എന്ന് പറയുന്നത്. ദൈവാത്മാവ് ഉള്ളിൽ വരുമ്പോൾ ദൈവിക സ്വഭാവം നമ്മളിൽ ഉണ്ടാകും. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാകത്തില്ല, നമ്മൾക്ക് കാണാനൊക്കത്തില്ല ദൈവാത്മാവ് അവനിലുണ്ടോ ഇല്ലയോ എന്നുള്ളത്. സ്വഭാവത്തിൽ കൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവനെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു എന്നുള്ളത്. പഴയ ജീവിതം പൂർണ്ണമായും മാറി, പുതിയ സൃഷ്ടി, പുതിയ ജീവിതം. ഇന്നത്തെ നിലയിൽ വ്യത്യാസങ്ങൾ വരുത്തുക മാത്രമല്ല, നമ്മുടെ സ്വഭാവം
പഴയതിന്റെ പുതിയതല്ല, പരിശുദ്ധാത്മാവിൽ നിന്നുള്ള പുതിയ സൃഷ്ടിയായിട്ട് പൂർണ്ണമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ ചിലപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും ചോദിക്കുന്നു, രക്ഷിക്കപ്പെട്ടോ എന്ന്. എനിക്കറിയാവുന്ന ഒരു സംഭവമുണ്ട്. നേരിട്ട് ഞാൻ അത് എനിക്കറിയാവുന്നതായിരുന്നു. ഒരു കുട്ടിയെ കല്യാണം ആലോചിച്ചു. അതിന് മർത്തോമ സഭയിലുള്ള ഒരു അച്ഛനാണ് ആലോചിച്ചത്. അച്ഛനാണ് ആലോചിച്ചു. അത് വാക്കപ്പോൾ പറഞ്ഞ് കുറച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ അച്ഛൻ ചോദിച്ചു, നീ രക്ഷിക്കപ്പെട്ടതാണ്? അപ്പം ഈ കുട്ടി പറഞ്ഞു, രക്ഷിക്കപ്പെട്ടതാണെന്ന് അതെനിക്ക് പറയാൻ അറിയുന്നില്ല. രക്ഷിക്കപ്പെട്ടതാണെന്ന് അറിയാൻ വയ്യായെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒരു അച്ഛൻ്റെ കൊച്ചമ്മയായിട്ട് നിനക്ക് ഇരിക്കാൻ കഴിയുന്നത് എന്ന് പറഞ്ഞ് അവർ ആ കല്യാണം മാറി. രക്ഷിക്കപ്പെടുന്നതിന് ഇത്രയും വലിയ ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത് എന്നുള്ളത് പിന്നീടാണ് അവർക്ക് മനസ്സിലാകുന്നത്. രക്ഷിക്കപ്പെടുന്നത് എന്താണെന്ന് പോലും ആ കുട്ടിക്ക് അതിനെക്കുറിച്ചുള്ള ഒരു വലിയ ബോധമില്ലായിരുന്നു. നമ്മൾ റീബർത്ത്, ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ സ്വഭാവം, നമ്മുടെ മനോഭാവം, പൂർണ്ണമായ മാറ്റം, വീണ്ടും ജനനം, പഴയതിൻ്റെ പുതുമയല്ല, പരിശുദ്ധാത്മാവിൽ നിന്നുള്ള പുതിയ സൃഷ്ടിയാണ്. എല്ലാം നമുക്ക് വീണ്ടും ജനനത്തെ കുറിച്ച് വായിക്കാം. 2 കൊരിന്ത്യർ 5:17 ഗലാത്യർ 3:26, 2:20. ഇവിടെ എല്ലാം ഈ രൂപാന്തരത്തെ കുറിച്ചാണ് പറയുന്നത്. വീണ്ടും ജനനം എങ്ങനെ സാധ്യമാകുന്നു? ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കാൻ ആർക്കും കഴിയില്ല. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തിയാണ്. എന്നാൽ അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ഒന്നാണ്. ശരിക്കും നമ്മൾ ചിന്തിക്കും, ആ രൂപാന്തരം ഉണ്ടാകാൻ ഒക്കുന്നു. തീർച്ചയായിട്ടും രൂപാന്തരം ഉണ്ടാകും. നമ്മളുടെ ഇന്നലെ വരെയുള്ള സ്വഭാവങ്ങൾ മാറുകയും ഒരു പുതിയ സ്വഭാവത്തിലേക്ക് വരികയും ചെയ്യാൻ നമുക്ക് സാധ്യമാകും. ഇതിൻ്റെ ഇടയിൽ കൂടെ വേറെ ഒരു ഇത് പറഞ്ഞു വരുമ്പോൾ, കത്തോലിക്ക സഭയിലുള്ള ഒരു അച്ഛൻ്റെ കൊച്ചമ്മയുടെ കാര്യം, പുറത്ത് ഭയങ്കര പ്രസംഗമാണ്, എല്ലാമാണ്. പക്ഷെ വീട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ അടിയാണ്. അവർ പ്രസംഗിച്ചിട്ട് എന്ത് പ്രയോജനം, എന്ത് രൂപാന്തരം? അവർ കാണിച്ചു കൊടുക്കുന്നത് ഇതാണ് വീട്ടിനുള്ളിൽ നടക്കുന്നതെങ്കിൽ പിന്നെ എന്താണ് രൂപാന്തരത്തിന്റെ അർത്ഥം? പ്രിയമുള്ളവരെ, അഴുക്കിനെ കഴുകി കളയുന്നതാണ് ജലം. എല്ലാ മലിനതകളും കഴുകി വൃത്തിയാക്കുന്ന ഏക സാധനം ജീവന്റെ ജലനിരപ്പിലും പ്രധാന കാര്യം ജലം തന്നെയാണ്. ഇന്നലെ വരെ ജീവിച്ചിരുന്ന അശുദ്ധിയെ കഴുകി ഇല്ലാതാക്കുക, അതിന് ജലസ്നാനം തന്നെ ആവശ്യമാണ്. ആത്മാവിനെ കുറിച്ച് ഇവിടെ പറയുന്നു. കാറ്റിനോടാണ് ആത്മാവിനെ ഓർമ്മിച്ചിരിക്കുന്നത്. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് നിന്നും ഇഷ്ടമുള്ളിടത്തേക്ക് പോകുന്നു. അത് പക്ഷെ ഒരു ഫീലാണ്. കാറ്റ് നമ്മൾ കാണുന്നില്ല, പക്ഷെ അതൊരു ഫീലാണ്. ശബ്ദം കേൾക്കാം, ഫീൽ ചെയ്യാം. എവിടെ നിന്നാണ് വരുന്നതെന്നോ എവിടേക്ക് പോകുന്നതെന്നോ നമ്മൾ അറിയുന്നില്ല. അതുപോലെ തന്നെയാണ് ഇലക്ട്രിസിറ്റി. ഇന്നുവരെയും ആരും കാണാൻ കണ്ടിട്ടില്ല ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. പക്ഷെ അതിനെ മുന്നോട്ട് കഴിഞ്ഞാൽ വിവരം അറിയുകയും ചെയ്യാം. അതുപോലെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ആയിരിക്കുമ്പോൾ കാണാൻ കഴിയില്ല. പ്രവർത്തനങ്ങളിൽ കൂടെയാണ് നമ്മൾ മനസ്സിലാകുന്നത് ഈ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നു. ഇന്നലെ വരെയുള്ള സ്വഭാവമല്ല, ഇന്നില്ല വേറൊരു സ്വഭാവം. അതുപോലെ നിക്കോദിമോസ് വീണ്ടും ജനിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ മാറ്റം നാം പിന്നീട് കാണുന്നു. യേശുക്രിസ്തുവിന്റെ രഹസ്യ ശിഷ്യനായി മാറുകയും ആദ്യം യേശുവിനെ കാണാൻ അന്ധകാരത്തിന്റെ മറപറ്റി വരികയും ചെയ്തിരുന്ന വ്യക്തി സകല ശക്തിയോടും എതിർത്ത് പകൽ വെളിച്ചത്തിൽ അവന്റെ ശിഷ്യന്മാർ ഓടിപ്പോയ സമയത്ത് അവൻ അരിമത്യക്കാരൻ ജോസഫിന്റെ കൂടെ പിലാത്തോസിനോട് ചോദിച്ചു, യേശുക്രിസ്തുവിന്റെ ശരീരം യഹൂദന്മാർ അടക്കം ചെയ്യുന്ന പ്രകാരം യേശുവിന്റെ ശരീരം സുഗന്ധ വസ്ത്രത്തോടുകൂടി ശീലയിൽ കെട്ടി കല്ലറയിൽ വെക്കുന്നതായി നാം കാണുന്നു. അതാണ് വീണ്ടും ജനനം. പഴയ മനുഷ്യന്റെ ജീവിതവും അന്ധകാരം എല്ലാം കഴിഞ്ഞുപോയി. യേശുക്രിസ്തുവിനെ കാണാൻ വന്ന നിക്കോദിമോസ് വീണ്ടും ജനനത്തിനെ ഓപ്പൺലി
വീണ്ടും ജനനത്തിന്റെ അനുഭവങ്ങളിൽ കൂടി നല്ല സാക്ഷ്യമുള്ളവരായി